നമ്മുടെ മെയിൻ ഡോർ ഏത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നുള്ളൊരു എനർജി വളരെ പ്രാധാന്യമാണ്. കിഴക്കിന്റെ പകുതിയിൽ നിന്നും വടക്ക് കിഴക്കിലേക്കുള്ള സ്ഥലം ഉച്ചം ആയിട്ട് പറയുന്നു. ആ ഉച്ച സ്ഥാനത്ത് നമ്മൾ ഡോർ കൊടുക്കും. സൗത്ത് വെസ്റ്റ് മുതൽ സൗത്ത് ഈസ്റ്റ് വരെയുള്ള ഫുള്ള് ലെന്ത് എടുത്തു, അതിന്റെ പകുതി എടുത്തു. ആ പകുതിയിൽ നിന്നും സൗത്ത് ഈസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഡോർ കൊടുക്കാം. നമസ്കാരം, പ്രശസ്ത വാസ്തു ഫുങ്ഷുയി കൺസൾട്ടന്റായ സുരേഷ് സാറാണ് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്തേ. നമസ്തേ സാർ. ഒരു വീട് വെക്കുമ്പോൾ പ്രധാന വാതിൽ, അതായത് നമ്മുടെ മുൻവാതിലും പിൻവാതിലൊക്കെ ഏത് ദിക്കിലാണ് വരേണ്ടത്? അതിന് എന്തെങ്കിലും പ്രാധാന്യം നമ്മൾ വീട് വെക്കുമ്പോൾ ഉണ്ടോ? തീർച്ചയായിട്ടും പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിനാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് അതാണല്ലോ നമ്മുടെ ഹെൽത്തി എന്ന് പറയുന്നത് പോലെ നമ്മുടെ മെയിൻ ഡോർ ഏത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നുള്ളൊരു എനർജി വളരെ പ്രാധാന്യമാണ്. ഇതിനെ രണ്ട് രീതിയിൽ ആണ് ഞാൻ കൺസൾട്ട് ചെയ്യുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ പ്ലാൻ എടുത്തു, അതിനെ 4ആയി ഡിവൈഡ് ചെയ്തൊന്ന് വെക്കോട്ടുക. അതിനെ ഇങ്ങനെ സെന്ററിലും, അതായത് ബ്രഹ്മസൂത്രവും യമസൂത്രവുമായി 4ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. സൂത്രത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ആ രീതിക്ക് ഇതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. എന്നിട്ട് ഇതില് 4 ദിക്കുകളാണല്ലോ നമുക്ക് വരുന്നത്. ഒന്നുകിൽ വീട് കിഴക്ക്, അങ്ങനെയാണെങ്കിൽ കിഴക്കിന്റെ പകുതിയിൽ നിന്നും വടക്ക് കിഴക്കിലേക്കുള്ള സ്ഥലം ഉച്ചം ആയിട്ട് പറയുന്നു. ആ ഉച്ച സ്ഥാനത്ത് നമ്മൾ ഡോർ കൊടുക്കും. ക്ലിയർ ആയല്ലോ? നമ്മുടെ മെയിൻ ഡോർ ഉച്ച സ്ഥാനത്ത് കൊടുക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കിഴക്ക്, നിങ്ങൾക്ക് പടിഞ്ഞാറ് ദർശനമുള്ള ഒരു വീടാണെന്ന് വെച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പുറകുവശത്തൊരു ഡോർ വേണമെങ്കിലും ഈ പറഞ്ഞ ഉച്ചത്തിൽ കൊടുക്കാം. നിങ്ങളുടെ മെയിൻ ഡോറോ അല്ലെങ്കിൽ മറ്റേ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ഡോറോ ആണെങ്കിലും ഈ ഉച്ചഭാഗങ്ങളിൽ കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. ഞാൻ മെയിൻ ഡോറിന്റെ കാര്യമാണ് സൂചിപ്പിക്കുന്നത്. അതേ സ്ഥലത്ത് നിങ്ങൾക്ക് മറ്റേ സെക്കൻഡ് ഡോർ വേണമെങ്കിലും ചെയ്യാം. അടുത്തത് സൗത്ത് ആണ്. ഈസ്റ്റിനത്തെ ഞാൻ പറഞ്ഞു. സൗത്തിലാണെങ്കിൽ സൗത്ത് വെസ്റ്റ് മുതൽ സൗത്ത് ഈസ്റ്റ് വരെയുള്ള ഫുള്ള് ലെന്ത് എടുത്തു, അതിന്റെ പകുതി എടുത്തു. ആ പകുതിയിൽ നിന്നും സൗത്ത് ഈസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഡോർ കൊടുക്കാം. തെക്കോട്ട് ഡോർ ചെയ്യാവോ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. ചെയ്യാം, അത് അതിന്റെ ഉച്ച സ്ഥാനത്ത് ചെയ്യാം. മനസ്സിലായില്ലേ? ഇനി പല വീടുകൾക്കും കിച്ചൺ സൗത്തിൽ കൊടുക്കുമ്പോൾ നമ്മൾ ഡോറ് സൗത്തിലേക്ക് ഇറങ്ങാൻ രീതിയിൽ വരച്ചു കൊടുക്കും. പക്ഷെ പല വീടുകളിലും അവിടുത്തെ മേശരി അത് കിഴക്കോട്ടാക്കുന്നുണ്ട്. കാരണം തെക്ക് പാടില്ല എന്നൊരു പൊതുവായിട്ടൊരു ധാരണ പലർക്കും ഉണ്ട്. മനസ്സിലായല്ലേ? അതുകൊണ്ട് പല വീടുകളും വാസ്തു ഫുള്ള് പക്കയാണ്, പക്ഷെ ആ ഡോറ് മാത്രം അവര് കിച്ചന്റെ ഡോറ് മാത്രം ഈസ്റ്റിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കാരണം. ഇത് സാധാരണ ഒരു നോളജ് വെച്ചിട്ട് അവര് ചെയ്യാൻ സമ്മതിക്കത്തില്ല. അവരൊരു പക്ഷെ പറയും വാസ്തുവിനെ തെറ്റിയതായിരിക്കും എന്ന് പറയും. എന്നാൽ ഇവരുടെ ഒരു ദോഷ സമയമാണെങ്കിലും ഇവർക്ക് അത് ചോദിക്കാൻ പറ്റത്തില്ല. ഇവര് നമ്മളെ കൺസൾട്ട് ചെയ്തിട്ടാണ് ചെയ്താക്കുന്നത്. അപ്പോൾ അവർക്ക് ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ മതി. സാർ, ഇത് കണക്ക് ഡോറിൽ ഇന്നണക്കൊരു തർക്കം പറയുന്നുണ്ടല്ലോ, എന്ത് ചേട്ടെന്ന് ചോദിച്ചാൽ അത് ഇന്നതാണ് കാര്യം, നിങ്ങൾ ഇന്നടത്ത് തന്നെ വെക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അവരുടെ ഒരു കർമ്മദോഷവും കൂടെ അതിലുണ്ടാവും. പക്ഷെ അവർക്ക് ഒരു പക്ഷെ അത് ചെയ്യാൻ പറ്റത്തില്ല. അടുത്തത് നമ്മൾ പടിഞ്ഞാറിലേക്ക് വന്നു, വെസ്റ്റ് സൈഡിലേക്ക് വന്നു. വെസ്റ്റ് സൈഡ് സൗത്ത് വെസ്റ്റിൽ നിന്നും നോർത്ത് വെസ്റ്റ് വരെയുള്ള ഫുള്ള് ലെന്ത് എടുത്തിട്ട് വീടിന്റെ കാര്യമാണ് പറയുന്നത്. അതിന്റെ പകുതിയിൽ നിന്നും നോർത്ത് വെസ്റ്റ് ഭാഗത്തേക്ക് നമുക്ക് ഡോർ പണിയാം. മനസ്സിലായില്ലേ? ഏറ്റവും ഉത്തമമായിട്ട് പറയുന്നത് ഈ കോർണറിൽ നിന്നും ഒരു 2 അടി വിട്ടിട്ട്, 2 അടി വിടാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു കോർണർ അവിടെ വേണം. കറക്റ്റ് അവിടെ കൊണ്ടുപോയി ഡോർ വെക്കാതെ ഒരു ചെറിയ ഇങ്ങോട്ട് തിരിച്ചതിന് ശേഷം മാത്രം ഡോർ വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് വെസ്റ്റിലെ ഡോറും ആയി. അടുത്ത 4ാമത്തെ ഡയറക്ഷൻ നോർത്ത് ഈസ്റ്റ് മുതൽ നോർത്ത് വെസ്റ്റ് വരെയുള്ള ഫുള്ള് ലെന്ത് എടുത്തിട്ട് അതിന്റെ പകുതിയിൽ നിന്നും നോർത്ത് ഈസ്റ്റിലേക്ക് നമുക്ക് ഡോർ കൊടുക്കാനായിട്ട് പറ്റും. അതിന്റെ അങ്ങേ അറ്റത്ത് കൊടുത്താൽ എന്ത് സംഭവിക്കും? ഈ പറയുന്ന നമുക്ക് ഒരടി അങ്ങനെ വിട്ടിട്ട് ഒരു മൂല തിരിച്ചിട്ട് കൊടുത്താൽ അതിൽ ഉച്ചത്തിന്റെ ഉച്ചത്തിലേക്ക്, ഉച്ചമാണ് കൂടുതൽ ഉഗ്ര ഉച്ചം എന്ന് പറയും, അവിടത്തേക്ക് നമുക്ക് ഈ കൊണ്ടുവന്ന് ഈ ഡോർ കൊടുക്കാം. മനസ്സിലായല്ലേ? അപ്പൊ അങ്ങനെ അതിനെ അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് വാസ്തുവിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. ഇപ്പൊ എന്നെ ഒരു സൈറ്റ് വിസിറ്റ് ചെയ്തുകൊണ്ട് ഒരു കൺസൾട്ടിങ്ങിന് ഒരു ക്ലയന്റ് വിളിക്കുകയാണെങ്കിൽ ഈ നിയമം ഞാൻ പാലിക്കും. പക്ഷേ അതിനോടൊപ്പം ഞാൻ ഇതിന്റെ ഫ്ലൈങ് സ്റ്റാർ എടുക്കും. ഞാൻ ഇപ്പൊ ഇത് വാസ്തുവിൽ നിന്ന് അവിടെ നിർത്തിക്കൊണ്ട് ഫെങ്ഷുയിലേക്ക് പോവുകയാണ്. കാര്യം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന പല വീടുകളിലും നമ്മൾ ഈ ഫ്ലൈങ് സ്റ്റാർ എടുക്കുമ്പോൾ ഉച്ചത്തിലായിരിക്കും ഡോറ്, പക്ഷേ അവിടെ പ്രോസ്പെരിറ്റി കുറവായിരിക്കും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന സ്റ്റാർ, ഫ്ലൈങ് സ്റ്റാർ നമ്പർ മാറ്റമായിരിക്കും.
ഇത് വളരെ കുറച്ച് ഡെപ്തിലേക്ക് പോവുകയാണ്, കുറച്ച് ശ്രദ്ധിച്ചാൽ ഇത് ക്ലിയർ ആവത്തുള്ളൂ. വീട് വെച്ച അന്ന് മുതൽ അല്ലെങ്കിൽ വെക്കാൻ പോകുന്ന അന്ന് മുതൽ വീടിന്റെ ഓരോ ദിക്കിലും 2 ഫ്ലൈങ് സ്റ്റാർ നമ്പർ വരും. വീട് വെക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിനെ കണ്ടുപിടിക്കാൻ പറ്റും. ഒരു വീട് വെച്ചിട്ട് നമുക്ക് ഫ്ലൈങ് സ്റ്റാർ എടുക്കാം, വീട് വെക്കുന്നതിന് മുമ്പ് എടുക്കാം. അത് ആ ലാൻഡിൽ ചെല്ലണം. ആ ലാൻഡിൽ ചെന്നതിന് ശേഷം കൃത്യമായിട്ട് അതിന്റെ ഡിഗ്രി എടുത്തത് കൊണ്ട് ഈ പ്ലാനുമായിട്ട് എടുത്തിട്ട് അതിന്റെ കണക്കുകളും കണ്ടുപിടിച്ചിട്ട് ഓരോ ദിക്കിലും നോർത്ത് ഈസ്റ്റിൽ ഇന്ന നമ്പറാണ് വരുന്നത്, ഈസ്റ്റിൽ ഇന്ന നമ്പറാണ് വരുന്നത്, സൗത്ത് ഈസ്റ്റിൽ ഇന്ന നമ്പറാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അതിനെ ഈ പ്ലാൻ എടുത്ത് ഓൾറെഡി അവിടെ പ്ലാൻ കിട്ടി, ആ പ്ലാനിലേക്ക് നമ്മൾ ഇതിനെ സൂപ്പർ ഇമ്പോസ് ചെയ്യും. എന്നിട്ട് ഓരോ ദിക്കിൽ നോക്കും. അപ്പോൾ ഈ പിന്നെ ഉച്ചത്തിൽ നമുക്ക് ഇതിനെ കിട്ടിയില്ല, തൊട്ടിപ്പുറത്തേക്കാണ് അതിനെ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഡോർ കൊടുക്കണം. മനസ്സിലായി? കാരണം എന്ന് പറഞ്ഞാൽ മറ്റതിനേക്കാൾ ഒരു പടി അഡ്വാൻസ് ആയിട്ട് ഇതിന്റെ റിസൾട്ട് വീടുകളിൽ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. മനസ്സിലായല്ലേ? അപ്പൊ ഉച്ചത്തിലെ ഡോറുകൾ എപ്പോഴും നമുക്ക് പ്രോസ്പെരിറ്റി തരും. പക്ഷെ ആ ഫ്ലൈങ് സ്റ്റാർ നമ്പറും കൂടെ ഒന്ന് ഫോളോ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. സർ, അതേപോലെ വിൻഡോ കൊടുക്കുന്നതിനും ഈ ഫ്ലൈങ് സ്റ്റാർ ബാധിക്കും. അതെങ്ങനെയാണ്? ഫ്ലൈങ് സ്റ്റാർ അല്ല, വിൻഡോ കൊടുക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ വാസ്തുവാണ് നോക്കുന്നത്. മാത്രമല്ല ഫ്ലൈങ് സ്റ്റാർ നോക്കണമെങ്കിൽ നോക്കാം. അപ്പോഴത്തേക്കും നല്ല വാട്ടർ സ്റ്റാർ കിട്ടുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ ആ വാട്ടർ സ്റ്റാർ കടന്നു വരത്തക്ക രീതിയിൽ നമുക്ക് ആ വിൻഡോ ക്രമീകരിക്കാം. അപ്പൊ അതിനോടൊപ്പം അതിൽ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തു നിയമങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു തെക്ക് പടിഞ്ഞാറ് ബെഡ്റൂമിൽ വിൻഡോ എവിടെ വെക്കട്ടെ എന്നൊരു ക്ലയന്റ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉച്ചത്തിൽ വെക്കാൻ പറയും. തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എവിടെയാണ്? നീച്ചത്തിലാണ്. മനസ്സിലായില്ലേ? പക്ഷെ അതിന്റെ വിൻഡോ ആ റൂമിന്റെ ഉച്ചത്തിൽ വെക്കും. അപ്പൊ എവിടെ വെക്കാൻ പറ്റും? ആ റൂമിന്റെ സൗത്ത് ഈസ്റ്റിലോട്ട് നീണ്ട് വിൻഡോ വെക്കാൻ പറ്റും. അപ്പോൾ വെസ്റ്റിലാണ് വെക്കുന്നെങ്കിലോ ആ റൂമിന്റെ നോർത്ത് വെസ്റ്റിലേക്ക് നീണ്ട് വിൻഡോ വെക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ എപ്പോഴും സൗത്ത് വെസ്റ്റ് കോർണർ ക്ലോസ്ഡ് ആയിട്ടിരിക്കണം. അതേപോലെ തന്നെ ഇപ്പോഴത്തെ പ്ലാനുകളെല്ലാം നമ്മളിപ്പോ ഡെയിലി പ്ലാൻ ഇത് ചെയ്യുന്നതുകൊണ്ട് പറയുന്നതാണ്, സൗത്ത് വെസ്റ്റ് ബെഡ്റൂമില് സൗത്തിന്റെ അങ്ങേ അറ്റത്ത്, അതായത് സൗത്ത് ഈസ്റ്റിൽ, ആ ബെഡ്റൂമിന്റെ സൗത്ത് ഈസ്റ്റിൽ ഒറ്റപ്പാളിയുള്ള ഒരു വിൻഡോയും ഇതിന്റെ ഇങ്ങേ അറ്റത്ത് സൗത്ത് വെസ്റ്റ് കോർണറിൽ ഒറ്റപ്പാളിയുള്ള ഒരു വിൻഡോയും പല വീടുകളിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സൗത്ത് വെസ്റ്റ് കോർണർ പക്ക ഓപ്പൺ ആവും ആ വിൻഡോ തുറക്കുമ്പോൾ. അത് പാടില്ല. മനസ്സിലായില്ലേ? അത്തരത്തിലുള്ള വീടുകളിൽ വാസ്തുപരമായിട്ട് പൈസ നിൽക്കാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്ക് ഒരു മോഡലിന് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതിനെ ക്ലോസ് ചെയ്തിടണം. മനസ്സിലായല്ലേ? ഇനി മറ്റൊരു കാര്യം പറയാം. അവിടെ നമ്മളൊരു അലമാര വെക്കാൻ പറയുന്നുണ്ട്, ഒരു ലോക്കർ വെക്കാൻ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ നിയമം പാലിക്കുകയാണെങ്കിൽ ഈ വിൻഡോ വെറുതെ ആയില്ലേ? ഈ വിൻഡോ മറിഞ്ഞിട്ടല്ലേ ആ ഒരു അലമാര അവിടെ ഇരിക്കത്തുള്ളൂ. മനസ്സിലായല്ലേ? അപ്പോൾ എപ്പോഴും അത് എന്ത് ചെയ്യാൻ പറ്റും? അത് നമുക്ക് സൗത്ത് ഈസ്റ്റിലേക്കാണെങ്കിൽ ആ പ്രശ്നമില്ല. ഇത് ഒരു പ്ലാൻ എടുക്കുന്ന സമയത്തെ നമ്മൾ അവരടുത്ത് പറഞ്ഞു കൊടുക്കും. കാര്യം എന്താണെന്നറിയോ? ഇവർ അവിടെ വരുന്ന മറ്റൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വീടുകളിലും ഇവരിവിടെ കൊണ്ടുവന്ന് സ്വിച്ച് ബോർഡ് വെക്കും, ബെഡ് സ്വിച്ച് വയ്ക്കും. ബെഡ് സ്വിച്ച് വയ്ക്കുമ്പോഴത്തേക്ക് സൗത്ത് വെസ്റ്റ് കോർണറിലാണ് ബെഡ് സ്വിച്ച് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഈ അലമാര വെക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ അല്ലെങ്കിൽ ഒരിത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് വെക്കുന്നു. അപ്പൊ നമ്മള് പലരും ഒരുപാട് പേര് ഈ ഒരു വലിയ എമൗണ്ട് മുടക്കി വീട് വെക്കും, പക്ഷെ ഒന്ന് കൺസൾട്ട് ചെയ്യാൻ അവർ തയ്യാറാവും. മനസ്സിലായില്ലേ? പക്ഷേ പിന്നെ മുന്നോട്ട് പോകുമ്പോൾ പല പ്രോഗ്രാമും പലരുടെയും കണ്ടിട്ട് ഞാൻ ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് അപ്പോഴവർ വിളിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോഴേക്കും അവര് നല്ലൊരു ശതമാനം പണി ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കത് ഫെങ്ഷുയിലേക്ക് കൺവെർട്ട് ചെയ്ത് അതിന്റെ റെമഡികളിലേക്ക് പോവേണ്ടി വരും. അതെ, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ. ചിലപ്പോൾ ആ സൗത്ത് വെസ്റ്റ് നമ്മൾ മൂടി ഇട്ടു എന്ന് വിചാരിക്കും, പക്ഷെ പല രീതിയിലല്ലേ അത് ആൾക്കാർ ചെറിയ ചെറിയ കാര്യങ്ങൾ അലമാര അങ്ങനെയൊക്കെ കൊണ്ടുവച്ച് അത് മറയ്ക്കുന്നവരുണ്ടാവും. അതെനിക്ക് തോന്നുന്നു ഇപ്പം കണ്ടവരെ ഇപ്പം റിയലൈസ് ചെയ്ത് ഒത്തിരി പേര് കാണും നമ്മുടെ വ്യൂവേഴ്സിൽ തന്നെ. അപ്പം സാറ് പറഞ്ഞ പോലെ നിങ്ങൾ ബെറ്റർ അങ്ങനെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വീട് വെക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഒരാളെ കൺസൾട്ട് ചെയ്യുക. സാർ 20 വർഷമായിട്ട് ഇതിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അത് എന്നെ തന്നെ വിളിക്കണമെന്ന് നിർബന്ധമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇത് നമ്മളുടെ ഒരു വീട് വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി നമുക്ക് അവിടെ സന്തോഷത്തോടുകൂടി താമസിക്കാനായിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പൊ ഇപ്പൊ എല്ലാ ഒരു വീട് വെക്കുമ്പോൾ എല്ലാ പണിക്കാരും അതിനകത്ത് വരുന്നുണ്ട്. അതിനകത്ത് കാർപ്പൻറ്റർ വർക്ക് വരുന്നുണ്ട്, മേശിരി വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ വരുന്നുണ്ട്, പ്ലംബിംഗ് വരുന്നുണ്ട്, പെയിന്റർ വരുന്നുണ്ട്, അങ്ങനെ എല്ലാ വർക്കേഴ്സും അവിടെ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു കൺസൾട്ടന്റിനെയും കൂടെ കാണിച്ചുകൊണ്ടാണ് നിങ്ങൾ അത് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി താമസിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരുപാട് വീടുകൾ നമ്മൾ കണ്ടിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പൈസ മുടക്കി അവർ വെച്ചിട്ട് ആ വാസ്തുപ്രശ്നം മൂലം അവർക്ക് പല ബുദ്ധിമുട്ടുകൾ വന്നിട്ട് ആ വീട് വിറ്റ് പോകുന്ന ഒരുപാട് കേസുകൾ. അപ്പൊ ആദ്യമേ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടാനും ഇതുകൊണ്ട് സാധിക്കും.
അപ്പം പ്രശ്നങ്ങൾ ഒഴിവാക്കാനായി ബെറ്റർ ഒരു കൺസൾട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം വീട് വെച്ച് തുടങ്ങുക. വീട് വെച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള പരിഹാരങ്ങൾ തുടക്കത്തിൽ തന്നെ ചെയ്യുക. ഇത് കൂടാതെ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ വരുന്നുണ്ടാവും ഇത് കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ. അതും കമൻസിലിടുക. അത് ഞങ്ങൾ തുടർന്നുള്ള എപ്പിസോഡിൽ സംസാരിക്കുന്നതായിരിക്കും. എപ്പിസോഡുകൾ കാണുക മറക്കാതെ. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.